ഇല്ല. അർജുനായെങ്കിൽ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എത്രത്തോളം ആളുകളെയാണ്, ഒരു കാര്യവും അറിയാത്ത നിരപരാധികളായ കുറെ ആളുകളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്തിനാണ്? ഇത്രയും ചെറിയ നിസ്സാരമായ വകുപ്പുകളിട്ട കേസുകൾക്ക് എന്തിനാണ് ഇത്രയും ആളുകൾ ഉപദ്രവിക്കേണ്ട ചോദ്യമാണ് ചോദിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് അറിയിക്കാം. ഞാനൊരു അഭിഭാഷകനാണ്. അത് രാഷ്ട്രീയം പറയലല്ലോ എന്റെ തൊഴിൽ. ഓക്കെ, ശരി ശരി. ഇപ്പോൾ അർജുൻ നായങ്കിയുടെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി നിഖിൽ ഇളവൂരുണ്ട് കണ്ണൂരിൽ നിന്ന്. നിഖിൽ, ഏറെ നാടകീയമായ സംഭവങ്ങൾക്കൊടുവിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു രാവിലെ, തുടർന്ന് ഇപ്പോൾ റിമാൻഡിലേക്ക് പോകുന്നു. കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നില്ല. ഈ ആളുകളെ ഇത്രയും ബുദ്ധിമുട്ടിച്ചത്, ചെറിയ കേസുകൾക്ക് ആളുകളെ ബുദ്ധിമുട്ടിച്ചത് എന്തിനാണെന്ന ചോദ്യം അഭിഭാഷകൻ ഉന്നയിക്കുന്നു. വളരെ നാടകീയമായ സംഭവങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക. എങ്ങനെയായിരുന്നു അർജുൻ നായങ്കിയുടെ റിമാൻഡ്? തീർച്ചയായും സർവത്ര നാടകീയതയാണ്. അത് അറസ്റ്റ് മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അർജുൻ നായങ്കിയെ തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റുന്ന ഈ നിമിഷം വരെയും സർവത്ര നാടകീയതയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. നമ്മൾ രാവിലെ മുതൽ ഇതിന്റെ വഴികൾ, ഈ അറസ്റ്റിലേക്ക് എത്തിയ വഴികളൊക്കെ പറയുകയായിരുന്നു. ഏതായാലും ഇന്ന് പുലർച്ചെ 2:45 കണ്ണൂർ താളിക്കാവിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ വെച്ച് അർജുൻ നായങ്കിയെ പോലീസ് പിടികൂടുന്നത്. കണ്ണൂർ സിറ്റി റൂറൽ പോലീസിന്റെ പ്രത്യേക സ്ക്വാഡ്, കണ്ണൂർ സ്ക്വാഡാണ് അവരെ പിടികൂടിയിരുന്നത്. അർജുൻ നായങ്കിയെ പിടികൂടിയതിനു ശേഷം ടൗൺ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. അവിടെ വെച്ച് പിന്നീട് കണ്ണൂരിലൊരു കേസ് അർജുൻ നായങ്കിക്കെതിരെ ഉണ്ടായിരുന്നു. അത് ഒരു സൈബർ കേസാണ്. ആഭ്യന്തരമന്ത്രിക്കെതിരെ ഉണ്ടായിരുന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ പരാതിയിലെടുത്ത കേസ്. ആ കേസിൽ അർജുൻ നായങ്കിയുടെ അറസ്റ്റ് രാവിലെ 9 മണിയോടുകൂടി രേഖപ്പെടുത്തുന്നു. പിന്നീട് അർജുനെ കണ്ണൂരിലെ മജിസ്ട്രേറ്റ് അവധിയായതിനെ തുടർന്ന് കൂത്തുപറമ്പ് ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ മജിസ്ട്രേറ്റ് B. യദുകൃഷ്ണൻ മുൻപാകെ ഹാജരാക്കുകയാണ്. അവിടെ ഹാജരാക്കിയപ്പോഴും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായതും സമാനമായ നാടകീയതയാണ് കണ്ടത്. കാരണം പോലീസ് ഇക്കാര്യത്തിൽ ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കണ്ണൂർ സൈബർ പോലീസ് നടത്തി. അതിനൊപ്പം തന്നെ ഏതെങ്കിലും കാരണവശാൽ അർജുൻ നായങ്കിക്ക് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഉടൻ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എറണാകുളം മൂന്നുകൽ പോലീസും കൂത്തുപറമ്പ് കോടതിയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ അവിടെ ഈ പോലീസിന്റെ തന്ത്രം പൊളിച്ചുകൊണ്ട് അർജുൻ നായങ്കിയുടെ അഭിഭാഷകൻ ചെയ്തത് ഈ ജാമ്യാപേക്ഷ നൽകാതിരിക്കുകയാണ്. സ്വാഭാവികമായും അങ്ങനെ ജാമ്യാപേക്ഷ ഇല്ലാതെ വന്നതോടുകൂടി 14 ദിവസത്തേക്ക് അർജുൻ നായങ്കിയെ റിമാൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് കോടതി പുറപ്പെടുവിച്ചത്. അങ്ങനെ തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം, നാളെ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യം, അതായത് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ നാളെ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകാനിരിക്കെയാണ് ഇന്ന് പുലർച്ചെ അതിനാടകീയമായി സാഹസികമായ നീക്കങ്ങളിലൂടെ പഴുതടച്ച ഒരു നീക്കത്തിലൂടെ പോലീസ് അർജുൻ നായങ്കിയെ അറസ്റ്റ് ചെയ്തത് എന്ന കാര്യം കൂടിയുണ്ട്. അങ്ങനെ അത് തന്നെയാണ് പറഞ്ഞു വന്നത്. ഒരു സീരീസ് ഓഫ് സംഭവങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ നാടകീയതകൾ ഉള്ള ഒരു സംഭവമായി ഈ ഒരു ദിവസം മുഴുവൻ അർജുൻ നായങ്കിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ മാറുന്നതാണ് കണ്ടത്. അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട് തലശ്ശേരി സബ് ജയിലിലേക്ക് അർജുൻ നായങ്കി പോകുന്നത്. ഇനി അർജുൻ നായങ്കിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വന്നാൽ, കഴിഞ്ഞ 2 ദിവസമായി അർജുൻ നായങ്കി കണ്ണൂരിലുണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് ദീപ്തി എന്ന് പറയുന്ന അർജുന്റെ സുഹൃത്തിനെ പിടികൂടിയതിനു ശേഷമാണ് അർജുൻ കണ്ണൂരിലേക്ക് വന്നിട്ടുണ്ടെന്ന വിവരം പോലീസ് സ്ഥിരീകരിക്കുന്നത്. കണ്ണൂരിലെത്തിയാൽ അർജുൻ മറ്റിടത്തേക്ക് പോവില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് കണ്ണൂരിൽ അർജുനെ വലവിരിച്ച് കാത്തിരുന്നു. അർജുൻ തളിപ്പറമ്പിൽ 2 ദിവസം തളിപ്പറമ്പ് ടൗണിൽ തന്നെയുള്ള ഒരു ബാറിനോട് ചേർന്ന ലോഡ്ജിൽ 2 ദിവസം താമസിച്ചു. ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കി അങ്ങോട്ട് പോയ പോലീസ് എത്തുന്നതിന് തൊട്ട് മുൻപ് അവിടെ നിന്നൊരു ഓട്ടോറിക്ഷയിൽ കയറി അർജുൻ നായങ്കി പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയാണ്. ഈ യാത്രയ്ക്കിടയിൽ ഓട്ടോ ഡ്രൈവറുടെ ഫോണിൽ നിന്ന് തന്റെ സുഹൃത്തിനെ വിളിച്ച് കാറുമായി വരാൻ പറയുന്നു. ദേശീയപാതയിൽ ചുടല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി കാറിലേക്ക് കയറുന്നു. ആ കാറിൽ പിന്നീട് കണ്ണൂർ നഗരത്തിലെ താളിക്കാവിലെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. അത് ഇന്നലെ ഉച്ചയ്ക്ക് 2:30 അത്തരത്തിൽ ആ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നത്. പിന്നീട് വൈകിട്ട് വരെ അവിടെ തുടരുന്നു. കൃത്യമായി അർജുൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് പുലർച്ചെ 1:15 കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം ഈ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത്. പക്ഷെ അതിനു മുന്നേ തന്നെ അവിടെ നിന്ന് അർജുൻ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ഒരു തരത്തിലും അതിന് സമ്മതിക്കില്ല എന്ന രീതിയിൽ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച വീട് വളഞ്ഞിരുന്നു ഈ പോലീസ് സംഘം. അങ്ങനെ 1:15 പോലീസ് ഈ അപ്പാർട്ട്മെന്റിൽ എത്തുന്നു. ആദ്യം അർജുനെ തിരക്കിയപ്പോൾ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ പോലീസിന് ഉറപ്പായിരുന്നു അവിടെ ഉണ്ട് എന്ന്. അങ്ങനെ മറ്റ് നടപടിക്രമങ്ങൾ